എന്തൊരാനന്ദം അമ്മ മേരിയും ആരാധിക്കുന്നു. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയും ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാമല്ലോ, ഉടമ്പടിയും പെരുമാറ്റവും. പീഡിയ അതാ സബ്ജക്റ്റ്. അതിൻ്റെ കണ്ടന്റ് വൈസ് എന്താണ്, എന്തുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട്. എളിമയുടെ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ. മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും. എളിയവരെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം. വിനയം തന്നെ എങ്ങനെയാണ്? നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട്. അതാണ്. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. മരിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. എന്താണ്? അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു. പിന്നെന്താണ്? വിനയാനെതിരെ ഉയർത്തി. ഗ്രേസാണ് പിന്നെ ഉയർത്തണത്, ദൈവമാണ് ഉയർത്തുന്നത്. അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തുന്നത്, നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത്, ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് B.Ed പരീക്ഷയാണ്. അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ്. അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് ഒക്കെ പഠിച്ചിട്ട് തലയ്ക്കാറില്ല. അവർ റിലേ പോകണം. പഠിക്കുന്തോറും റിലേ പോകും. റിലേ പറഞ്ഞാൽ കിളി പോയെന്ന് ആൾക്കാർ പറയത്തില്ല, അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും, ഇപ്പോൾ കിളി പോയെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവ് മാത്രമേ ഒരു ആശ്രയമുള്ളൂ, അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല. പഠിച്ചതൊന്നും ഓർക്കണില്ല. അവളുടെ റിലേ പോയി. അപ്പോൾ മെറിറ്റ് റിലേ പോയെന്ന് അർത്ഥം, കിളി പോയെന്ന് അർത്ഥം എന്താ? മെറിറ്റ് പോയെന്ന് അർത്ഥം. ഉടമ്പടി ഭാഷയിൽ എന്താണ്? അവൾ പഠിച്ചു, പക്ഷേ അവളുടെ തല നിൽക്കണില്ല, റിലേ പോയി. അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ. അപ്പോൾ അമ്മയും പറയും നീ ചെല്ലടി മോളെ, മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും. അപ്പോൾ ഇവൾ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിയിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തന്നെ ചെല്ലണത്. മാഷ് ഇവളെ കണ്ട് പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കുന്നു പറയും. ആര്? അവിടെ ഇരിക്കണ മാസ്റ്റർ ഇവളോട് പറയണേ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാൻ. എക്സ്റ്റേണൽ എക്സാമാണ്, എക്സ്റ്റേണൽ അസസ്മെൻറ്റില്ലേ. അപ്പോൾ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കൊച്ചെന്ത് ചെയ്യുന്നത്, അവളുടനെ അവളുടെ പേഴ്സ് തുറന്നിട്ട് അവളെടുത്ത് ഉടമ്പടിയുടെ കാശ് രൂപ ഈ മാഷിനെ കാണിക്കും. ഞാൻ അവിടെ പോയതാണ്, ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്യും? മാഷിൻ്റെ ബാഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടി കാശ് രൂപം കാണിക്കും. ഒക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി. കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ. അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ കഴുത്തെ കെട്ടി തന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കണം. അതാണ് ഒരു കാരണം. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് മാഷ് പറഞ്ഞ് നിനക്ക് സപ്ലി തരത്തില്ല, നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും. അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഒരു ഹാഷ്, ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട്. അവൾ 3/4 മണിക്കൂർ കൊണ്ട് നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്ത് ഈ സ്പേസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്പേസ് അവൾ കമ്പ്യൂട്ടറെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷയ്ക്ക്. അപ്പോൾ അമ്മ സഹായിക്കുന്ന രീതി കണ്ട. ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിനക്ക് പുറകെ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഏത് പരീക്ഷാ ഹോളിലും പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഈ ദൈവസ്നേഹത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവകൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അരൂപിയിൽ നിലനിൽക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും. പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും, അതാണ് ഒരു സബ്ജക്റ്റ്. അതിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെരിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോൾ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിലിൻ്റെയും ബീനയുടെയും കഥ പറഞ്ഞില്ലേ? ഇപ്പോൾ സുനിലും എന്താ വീണ്ടും കിടപ്പായി, പുള്ളി സാക്ഷ്യം പറഞ്ഞില്ല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. സാക്ഷ്യം പറഞ്ഞാൽ എന്ത് പറ്റും? സംരക്ഷണം പോകും. അപ്പോൾ പുള്ളി വീണ്ടും തലച്ചോറ് ശോഷിച്ച് വീണ്ടും കിടപ്പായി. പിന്നെ അടുത്ത പരിപാടി എന്താണ്? 42 വയസ്സ് 52 വയസ്സാകുമ്പോൾ മരിക്കും. അതാണ് കണക്ക്. 5 പേര് അങ്ങനെ 5 പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ്. ഇപ്പോൾ 2 പേര് കിടപ്പുണ്ട് മരിക്കാൻ വേറെ. ഈ സുനിൻ്റെ വീട്ടിൽ 2 പേര് കിടപ്പുണ്ട്, വേറെ കിടപ്പുണ്ട്. ഇയാളെ 3ാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണത്. ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും. ഇത് ഒരുമാതിരി സംഭവമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല. എന്താ കാര്യം? പണ്ടിതുപോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ. പക്ഷേ ഇവരെന്ത് ചെയ്ത്? സാക്ഷ്യം പറഞ്ഞില്ല. അത് കാരണം സംഭവം തിരിച്ചു വന്നു. അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി. ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവ് കിടപ്പാണല്ലോ, ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറകയിലും ഒക്കെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ വാതിലെ കൂടി പുറത്തേക്ക് പോകണം. അപ്പോൾ ഇവൾ വാ പൊളിച്ച് ഇതെന്ത് പരിപാടിയെന്ന്. ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോൾ ഉണ്ട് ഭർത്താവ് നടന്നു തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. അപ്പോൾ ഈ സുനിൽ പറഞ്ഞ എടി ഇപ്പോൾ ഒരു സംഭവം നടന്നെടി മാതാവ്, ഞാനിങ്ങനെ ഒരു അരമയക്കത്തിലായിരുന്നു. അപ്പോൾ മാതാവ് വന്നിട്ട് എൻ്റെ 2 വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടി വെച്ച് തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ സുനിലിന് മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മെനയെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം, അല്ലെ കടക്കാരാകും. പക്ഷേ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം? അല്ലേ? നമ്മളാരും നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാരും നശിച്ചരുതെന്നും, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ആരും നശിച്ചു പോകരുതെന്നും. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ, ഞങ്ങൾക്കുള്ള കർത്താവേ. മഹത്വം മഹത്വം യേശുവിനെ, ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങൾക്കുള്ള കർത്താവേ. മഹത്വം മഹത്വം യേശുവിനെ. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അതായത് ആരും ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാട് എന്താണ്? നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല, പിന്നെന്താണ്? നമ്മളാരും നശിച്ചു പോകരുതെന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും. അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട്. നമ്മൾക്കിതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത്. ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ സുനിലിനൊരു അനുഭവം കിട്ടി. ഇനി സുനിലിൻ്റെ ശരീരത്തിൽ 16 മുഴകളുണ്ട്. ഉടമ്പടി തൈലം തേച്ചപ്പോൾ ആ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ ഒക്കെ 3 അവശേഷിച്ച്. ഇപ്പോൾ സുനിൽ എന്താ പറയണത്? ഞാൻ ഈ 3 വേണ്ടി ആശുപത്രി പോകത്തില്ല. എന്താ കാര്യം? എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളൂ. അപ്പോൾ മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല. അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം. എന്നുവെച്ചാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ, സഹിക്കുന്ന സ്നേഹം എന്താണ്? ക്ഷമയാണ്. സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ
പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകുന്നത്. സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടായിട്ടോ ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ്. സഹിക്കുന്ന സ്നേഹമാണ് ബേസ്മെൻറ്റ്. ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ, ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്നർത്ഥം. അതാണ് ക്ഷമ. അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട്, സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു, അതിൻ്റെ പേരെന്താണ്? ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം. ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക്? പറഞ്ഞാൽ പോരെ. പക്ഷേ കർത്താവ് പറയും, എനിക്ക് മുടക്കുണ്ട്, എനിക്ക് നിങ്ങളുടെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട്. അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത്. അത് ക്ഷമയാണല്ല. കുരിശിൻ്റെ അവസാനം പറയുന്നത് എന്താണ്? പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട്. കുരിശിൻ്റെ ക്ഷമയാണ്. ആ ക്ഷമ നമുക്ക് തരണേ എന്താണ്? ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചെന്നാണ് ഈ പറയണത്. വീട്ടിലെ നമുക്ക് കിട്ടാനുള്ള പാപത്തിൽ കിട്ടാനുള്ള ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു. അതുകൊണ്ട് എന്താണ്? അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു. സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത്. ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം, അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചില ആൾക്കാർ പറഞ്ഞേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല. അടി മോദത്തിൽ കൊടുക്കേണ്ടതാണ് അവൻ്റെ. എന്താ കാര്യം? ക്ഷമിച്ചാൽ ദൈവം മറക്കും. ക്ഷമിച്ചെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല. ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും. ഇല്ലേ? ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ തേള കുത്തിയ മോന്തയായിട്ട് നടക്കുകയല്ലേ. ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേള കുത്തിയ പോലെ ഇരിക്കും. നീ ആരെങ്കിലും നിങ്ങൾ കാണുമ്പോൾ തേള കുത്തിയ മോന്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട്. അതാ വിഷയം. കാര്യം എന്താണ്? സഹിക്കാൻ നീ തയ്യാറല്ല. കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാരെ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും. ഭർത്താവിനും ഭാര്യനൊക്കെ ഉള്ള കുഴപ്പം അതാ. കാര്യം രണ്ടും ഒരു കൂരെ താമസിക്കുകയല്ലേ. പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാൽ 5 കൊല്ലം അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി. 5 കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടേക്കാൻ പറയും അടുത്ത ഇടവയിലോട്ട്, അടുത്ത ഇടവക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി. എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാർ സ്നേഹിച്ചൊക്കെയാണ് ജീവിക്കണത്. പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും. ഞാനോർക്കണം, ഇനി ഒരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തോലിക്ക പുരോഹിതനാകും. എന്താ കാര്യം? ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല. ഞാനെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലും സംലഭ്യമാക്കണത്? എന്താ കാര്യം? എന്നെ കൈയും കാലും കെട്ടാൻ എനിക്ക് ആരുമില്ല. കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കണത്? അതിൻ്റെ കൂടെ ദൈവം നിൽക്കണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ സാക്ഷ്യം, നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. വിശ്വാസമുള്ളവർ ആരും ഡൈവേഴ്സ് ആകുന്നില്ല. എത്ര പേരാണ്? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 100 പേരെ കല്യാണം കഴിപ്പിച്ച 10 പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലേക്ക് വരണം. അത് പറയണ സാവരജംഗ വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകണത്. ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ്. അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഭർത്താവായിട്ട് മാത്രമോ ഭാര്യയുമായിട്ട് മാത്രമോ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എങ്ങനെ അധപ്പതിച്ചു എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം എടുത്ത് നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. എന്ത് വിഷയം പറഞ്ഞാണ് നീ അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. വെളിപാട് 2:5. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസ്ഥാന അവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം. അതുകൊണ്ടല്ല മരിക്കാൻ നേരത്തെ അച്ഛന്മാർ വന്നിട്ട് തലയ്ക്കകത്ത് വെളിച്ചം കത്തിച്ച് വെക്കണത്. എന്താ പറയണത്? എന്നിട്ട് എന്താ പറയണത്? ജ്ഞാനസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത്? ദീപം ജ്ഞാനസ്ഥാനത്തിൽ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുത്ത് പറയും, മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ
നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്, പ്രകാശിതയാണ്. അവളെന്നും വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം അവനിൽ തിളങ്ങി വിളങ്ങട്ടെ. ദിവനാഥം വരുമ്പോൾ സ്വർഗസ്ഥരായ എല്ലാ വിശുദ്ധമായിട്ട് അവിടുത്തെ എതിരേൽക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഠം തരണത്. ദീപപീഠം തരികണേ, വെളിച്ചം വിശ്വാസം തരികണേ. നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന്. കാര്യം എന്താണ്? നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല. അതിന് കർത്താവ് പറയണം, ന്യായം എന്ന് പറയണത് പന്നികളുടെ മുമ്പിൽ നിങ്ങളുടെ രത്നങ്ങൾ വിതറരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 7:6 മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. എങ്ങനെയുണ്ട് പരിപാടി? ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഒന്നിനു വായിച്ചത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. ജ്ഞാനസ്നായാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ്? നായ്ക്കൾക്ക് കൊടുക്കരുത്. കൊടുത്തുള്ള അവസ്ഥ എന്താ? അതിൻ്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും. കാര്യം അമ്മായിമ്മ പറയണത് കേട്ടിട്ട് കൂദാശയെ ചവിട്ടി മെതിക്കും. അതാ വിഷയം. ചിലപ്പോൾ കാശിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ ജോലി പ്രശ്നമാകാം. അപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല, അമേരിക്ക PR കിട്ടാനാണ്. അതിൽ ദൈവാനുഗ്രഹിച്ച് ട്രംപ് വന്നിട്ടുണ്ട്, എല്ലാത്തിനും പണിയായിട്ടുണ്ട്. അല്ല, ഞാൻ ഗുണമായിട്ട് പറയുകയല്ല, പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാം. ഇപ്പോൾ ഇന്നലെ ഒരു കേസുണ്ടായി ഇവിടെ. അവർക്ക് ഇറ്റലി പോകണം. ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ്, അടിപൊളി സാക്ഷ്യം, നിന്ന് കത്തി പറയുകയും. അവിടെ പേര് ജിൻസി എന്നാണ്. ജിൻസിയുടെ സാക്ഷ്യം ഇതാണ്. ജിൻസിയുടെ ഭർത്താവ് മസ്കറ്റിൽ എവിടെയാണ്, ഭാര്യ ഇറ്റലിയിൽ. അപ്പോൾ ഇറ്റലി പോകണം അവൾക്ക്. അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോൾ ഇറ്റലിക്കാരും യൂറോപ്പിലൊക്കെ ഒരു നിയമമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കാണിക്കണം. മാരിറ്റൽ സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ, ഈ ഭർത്താവിനെ കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റലി പോണത്. പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല. അപ്പോൾ ഏജൻസി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ആണെന്നൊരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേപ്പട്ടികൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങളോർക്കും ജോസഫച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കുന്നത്? ജോസഫച്ച ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. എന്താ കാര്യം? കൂദാശ എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത്, ദൈവാനുഗ്രഹത്തെ. അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും. ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപെടുത്തി. എങ്ങനെയുണ്ട് പരിപാടി? പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ്. ജിൻസി പറയുന്നത് ആ അഭ്യാസം നടക്കത്തില്ലെന്ന് പറയും. ഞാൻ ആൾത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ്, കർത്താവിൻ്റെ കരം പിടിച്ച്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു എന്നാൽ നടക്കത്തില്ലെന്ന് പറയും. കാര്യം പല ആൾക്കാരും ഇനി പാസ്പോർട്ടിൽ തിരുത്തണം, ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന്. ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം. എല്ലാ രേഖകളും ഡൈവേഴ്സ് എന്ന് വേണം. അതോടുകൂടി ജിൻസ് റെഡിയല്ല, ഇത് ചെയ്യാൻ റെഡിയല്ല. കാര്യം അവൾ പറയുന്ന ന്യായം, ഞാൻ അൾത്താറിൽ ദിവ്യകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കുന്നത്. അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും ചെയ്യണം, എനിക്ക് ജീവിക്കുകയും ചെയ്യണം. അതാണ് വർത്തമാനം. കേട്ടില്ലേ? അമ്മ പറഞ്ഞനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല. ആ പ്രലോഭനത്തിൽ ഞാൻ വീണില്ല. പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ, എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ, ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കണ്ടേ, കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ, വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാലല്ലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ. ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജർമ്മനിയിൽ ഒരു കോൾ ഫോർ കണ്ടപ്പോൾ ഇവളുടെ ബയോഡേറ്റ അടിച്ചു കൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടന്ന് യു ആർ അപ്പോയിൻറ്റഡ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട്. അതെന്താ കാര്യം? അവൾക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ്. ഇതാണ് സാക്ഷ്യം എന്ന് പറയണത്.
സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്തിനുള്ളതാണ്? സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ വിശ്വാസത്തില് സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. അത് ഒട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് ഒട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തില്ലാതെ കിടപ്പാവരുതേ, ഓ നീന്തില്ലാതെ കിടപ്പാവരുതേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഈ ജിൻസിയുടെ കാര്യം തന്നെ എടുക്കാം. ജിൻസി എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യണം, രേഖ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ രേഖ ഉണ്ടാക്കാതെ എന്നിട്ട് കർത്താവിനോട് അവളോട് സംസാരിച്ചു. അമ്മ പറഞ്ഞ വചനമനുസരിച്ച് അവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉടമ്പടിയിലാണ് ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ, അവരെ വിശ്വാസം പഠിപ്പിക്കണ്ടേ. അപ്പോൾ അത് ദൈവത്തെ മനസ്സിലാകും. അതാണ് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ്. അതിന് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ്. എന്നിട്ട് ജിൻസി എന്തുകൊണ്ടാണ് പതറാതിരുന്നത്? ഇത്രയും വലിയ ക്ഷോഭം, നിങ്ങൾ പിരിഞ്ഞ് വേദരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവൾ അതിനെ സൗമ്യമായി നേരിട്ടത്? അതിൻ്റെ കാര്യം അവിടെ മുൻകാല അനുഭവങ്ങൾ. നമുക്ക് ദൈവം മുൻകാല അനുഭവങ്ങൾ തരുന്നത് ഈ വർത്തമാന കാലത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകാല അനുഭവങ്ങൾ. അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? അഞ്ചപ്പം കൊണ്ട് 5000 പേര് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? കണ്ട, പഴയ കാലം കിടക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 8:17. മർക്കോസ് 8:17. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ജോലി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തർക്കിക്കണത്? അല്ലേ? അപ്പം ഇങ്ങനെ ഓരോ വിഷയം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ മറുപടി പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പഴയ അനുഭവങ്ങളുടെ ഫയലെടുക്കണമെന്നാണ് ഈശോ പറയണത്.
നിങ്ങൾ ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം ഒരു മജിസ്ട്രേറ്റ് എന്നെ വിളിച്ചു. അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ, ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോയത്. ഇന്ന് എത്രയോ വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ ആ ദൈവം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കണം. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും. കാര്യം എന്താണ്? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ. ഉടനെ എൻ്റെ വാട്സപ്പിൽ അവരിങ്ങനെ കുറേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുറേ വചനങ്ങളിട്ട്, വചനങ്ങളുടെ പ്രാർത്ഥന കിട്ടും. എന്താ കാര്യം? ഞാൻ പറഞ്ഞ സത്യമാണ്. അവർക്ക് എന്ത് കിട്ടി? പ്രത്യാശ കിട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സഹായിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങൾ ഇന്നില്ല. ഇപ്പം ഇന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിച്ച കർത്താവ് ഇന്ന് എന്നെ സഹായിക്കും എന്നുള്ള ബോധ്യം കിട്ടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കൈകൾ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിന് കേട് നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവേ, മഹ്ബൂദ് രോഗിയെ സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ അഭിഷേകത്തിനെയും വിഷം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അച്ഛൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കുടുംബങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വേദന അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള സാങ്കേതിക സംഘർഷാത്മകമായ ജീവിത കുടുംബ സാഹചര്യം ഉള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുന്ന നടത്തുക. കർത്താവേ,
ഭവനത്തെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് കർത്താവെ ഡൈവേഴ്സിൽ താമസിക്കുന്നവരെ, വിവാഹമോചിതരായവരെ, കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഒരുമിച്ച് പിരിഞ്ഞു പോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവരെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, ഗർഭസ്ഥ ശുദ്ധികൾക്ക് ഹൃദയത്തിന് ദ്വാരവും ആന്തരിക വൈകല്യങ്ങളും ഉള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കഴിയുന്നവർ കർത്താവെ അസ്ഥിപഞ്ചങ്ങളുടെ വേദന, കിഡ്നികളിലെ രോഗങ്ങള്, പാങ്ക്രിയാസ് കല്ലുകള്, ആമാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, ഗർഭാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, അൾസർ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സ്ഥലസംബന്ധമായ വിഷയങ്ങള്, ഭവന സംബന്ധമായ വിഷയങ്ങള്, ജോലി സംബന്ധമായ വിഷയങ്ങള്, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങള് എല്ലാം ചേർത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, സ്ഥലങ്ങൾ കൊടുക്കാനുള്ളവർ, വിൽക്കാനുള്ളവർ, ജപ്തി നടപടി നേരിടുന്നവർ, സ്ഥലം പാകോടമ്പടി ചെയ്ത് കിട്ടാത്തവരെല്ലാവരെയും ഈ നിമിഷം പരിശുദ്ധമായ ദൈവമാതാവും മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠനത്തിൽ പുരോഗതി ഇല്ലാത്തവർ, പഠിക്കാൻ പറ്റാത്തവർ, പഠിക്കുന്നത് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിക്കാൻ കഴിയാത്തവർ എല്ലാ മക്കളെയും നിന്റെ തിരുമുറാണ് വലതുകരത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉദ്യോഗസ്ഥരെ, ജോലി ഇല്ലാത്തവർ, ജോലി തേടുന്നവരെ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്, ഉള്ള ജോലിക്ക് വേണ്ടത് ശമ്പളമില്ലാത്ത ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലി സംബന്ധ വിഷയങ്ങളിൽ കർത്താവ് ജീവിതം നഷ്ടപ്പെട്ടവരെ എല്ലാവരും സഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം. വിസ, ഇൻ്റർവ്യൂ, PR അതുപോലെയുള്ള എല്ലാവിധ ഓഫർ ലെറ്റർ, അതുപോലെ ഉണ്ടാകുന്ന ഓരോ തകരാറുകൾ, വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമതകളും യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.